നിങ്ങളുടെ ഡോക്ടർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക വെളിച്ചെണ്ണ കൂട്ടരുത്, കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇത്രയും കാലം നിങ്ങൾ വെളിച്ചെണ്ണേനെ പേടിച്ചതും വെളിച്ചെണ്ണ കൂട്ടാതെ ഇരുന്നതും വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യാതെ ഇരുന്നതും ശരിക്കും ആവശ്യമുണ്ടായിരുന്നോ ഇല്ലേ? ഇന്നത്തെ വീഡിയോയിൽ വെളിച്ചെണ്ണയും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോൾ പലതരത്തിലുണ്ട്. LDL കൊളസ്ട്രോളും ഉണ്ട്, HDL കൊളസ്ട്രോളും ഉണ്ട്. LDL കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാലാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ളത്. നേരെ മറിച്ച് HDL കൊളസ്ട്രോളിനെ നല്ല കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത്. HDL കൊളസ്ട്രോൾ കൂടുന്നത് നല്ലതാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാൻ HDL കൊളസ്ട്രോളിന് മാത്രമേ കഴിവുള്ളൂ. കഴിഞ്ഞ 40-50 വർഷങ്ങളായിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കാരണം രക്തത്തിലുള്ള LDL കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടി വരും. ഈ ഒരു കാരണം കൊണ്ടാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കേണ്ടെന്നോ നിങ്ങളുടെ ഡോക്ടർമാർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ LDL കൊളസ്ട്രോൾ കൂടും. LDL കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടി നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണമാണ് കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും. അതിൽ വെളിച്ചെണ്ണയും പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും മറ്റ് പലതരത്തിലുള്ള ഹെൽത്ത് ഓർഗനൈസേഷൻസും പറഞ്ഞത് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള തേങ്ങ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കഴിക്കരുത്, അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഹെൽത്ത് ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ റെക്കമെൻഡേഷൻസ് പ്രകാരം സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് ഭക്ഷണത്തിൽ കുറച്ചതിന് ശേഷം അതിന് പകരം മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. പക്ഷേ അധികം ആൾക്കാരും അങ്ങനെയല്ല ചെയ്യാറ്. സാച്ചുറേറ്റഡ് ഫാറ്റ് കുറയ്ക്കും, അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാകും. അതിന് പകരം അവർ റീപ്ലേസ് ചെയ്യുന്നത് മോണോ അൺസാച്ചുറേറ്റഡോ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വെച്ചിട്ടല്ല, പകരം കാർബോഹൈഡ്രേറ്റ്സ് വെച്ചിട്ടാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് നല്ല രീതിയിൽ കുറച്ചിട്ടും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടും ഇവരുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ പ്രമേഹമോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസോ പൊണ്ണത്തടിയൊന്നും കുറയാത്തത്. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കാരണം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും വരുന്നു എന്നുള്ളത് ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പലതരത്തിലുള്ള ഡിബേറ്റ്സും റിസർച്ചസും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള കുറച്ച് പുതിയ സ്റ്റഡീസിനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. എല്ലാ തരത്തിലുള്ള ഭക്ഷണത്തിലും അടങ്ങിയിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആയിരിക്കും, പക്ഷേ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് തന്നെ വിവിധ തരത്തിലുണ്ട്. അതിൻ്റെ കെമിക്കൽ കമ്പോസിഷനും അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പോലും വ്യത്യാസം വരുന്നുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ്സിനെ നമ്മൾ മെയിൻലി ഡിവൈഡ് ചെയ്യുന്ന അതിൽ എത്ര കാർബൺ ആറ്റംസ് അല്ലെങ്കിൽ എത്ര കാർബൺ ഗ്രൂപ്പ്സ് അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ്. 3 അത്തരത്തിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ തരങ്ങളാണ്. ഒന്ന് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, രണ്ടാമത്തത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ്, മൂന്നാമത്തതാണ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫാറ്റ്സ് മെയിൻലി 2 സോഴ്സസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് ആനിമൽ സോഴ്സാണ്, രണ്ടാമത്തത് പ്ലാന്റ് സോഴ്സസ് ആണ്. ആനിമൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് എഗ് ആവാം, മീറ്റ് ആവാം, ബട്ടർ ആവാം, ഡയറി പ്രൊഡക്ട്സ് ആവാം. പ്ലാന്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിൽ സൺഫ്ലവർ ഓയിൽ, ഇതൊക്കെ പ്ലാന്റ് സോഴ്സസ് ആണ്. ആനിമൽ ഫാറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ്സ് മെയിൻലി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ടൈപ്പാണ്. പക്ഷേ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ചെയിൻ അല്ല, അതിനേക്കാളും കൂടുതലായി മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സിന് നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് എനർജി ഉണ്ടാക്കാൻ മെയിൻലി 2 തരത്തിലുള്ള ഫ്യൂവൽ ഉപയോഗിക്കാം. ഒന്ന് ഗ്ലൂക്കോസ് ആണ്, രണ്ടാമത്തത് കീറ്റോൺ ബോഡീസ് ആണ്. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് അബ്സോർബ് ആവും, നേരെ ലിവറിലേക്ക് പോകും. ലിവറിൻ്റെ കോശങ്ങളിലേക്ക് കയറിയതിന് ശേഷം മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സിന് കീറ്റോൺ ബോഡീസായി മാറാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന കീറ്റോൺ ബോഡീസിന് നമ്മളുടെ ബ്രെയിനിന് പോലും എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ കീറ്റോ ഡയറ്റിനും ഹെൽത്തി കീറ്റോ ഡയറ്റിലെല്ലാം കോക്കനട്ട് ഓയിലും MCT അല്ലെങ്കിൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായതുകൊണ്ടൊക്കെ കോക്കനട്ട് മിൽക്കും കോക്കനട്ട് ഓയിലൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതും കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതും. നേരെ മറിച്ച് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിന് ഇപ്പോഴും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും നമ്മളുടെ ഗ്ലൂക്കോസ് ഇൻസുലിൻ മെറ്റബോളിസത്തിൻ്റെ ബാലൻസിനെ വ്യത്യാസപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. കൊളസ്ട്രോളിൻ്റെ ലെവൽ മെയിൻലി LDL കൊളസ്ട്രോൾ കൂടി നിൽക്കാൻ ചാൻസസ് ഉണ്ടെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇത്രയും കാലം വെളിച്ചെണ്ണ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോക്കനട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടാതിരുന്നതെന്ന് പറയാം.
കോക്കനട്ടിൻ്റെ എന്ത് തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വളരെ കൂടുതലാണ്. അതിലടങ്ങിയിരിക്കുന്ന ഫീനോളിക് കോമ്പൗണ്ട്സും ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇത് കോക്കനട്ട് ഓയിലിൽ പോലും ഉണ്ടാകും. കോക്കനട്ടിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് ബാക്ടീരിയനെ നശിപ്പിക്കാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ബാക്ടീരിയ മാത്രമല്ല, ഫംഗസ്, വൈറസ് ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾക്കൊക്കെ ഒരു ലിപ്പിഡ് മെംബ്രെയിൻ ഉണ്ടാവും. ഈ ലിപ്പിഡ് മെംബ്രെയിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവ് കോക്കനട്ട് ഓയിലുള്ള ഫാറ്റി ആസിഡ്സിനുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. ഈക്കോളൈ, സ്യൂഡോമോണാസ്, പ്രോട്ടിയസ് ഇത്തരത്തിലുള്ള ബാക്ടീരിയാസിനൊക്കെ നശിപ്പിക്കാനുള്ള കഴിവ് കോക്കനട്ട് ഓയിലുള്ള ഫാറ്റി ആസിഡ്സിലുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ 4000 കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മൾ കോക്കനട്ട് ഓയിൽ ആയുർവേദിക് മെഡിസിൻസിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പോഴും സ്കിൻ കെയർ പ്രൊഡക്ട്സിലും കോസ്മെറ്റിക്സിലൊക്കെ കോക്കനട്ടും കോക്കനട്ട് പ്രൊഡക്ട്സും വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പുറമെ കോക്കനട്ടിന് ആൻറ്റി പാരസൈറ്റിക് ആക്ടിവിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്താനും ക്രോണിക് ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്താനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറച്ച് നിർത്താനുള്ള കഴിവ് കോക്കനട്ടിനും കോക്കനട്ട് പ്രൊഡക്ട്സിനും ഉണ്ടെന്നാണ് പറയുന്നത്. അത് കോക്കനട്ട് ഓയിലിനും ഉണ്ടാവും. ഇത് കൂടാതെ കോക്കനട്ടിൻ്റെ പൾപ്പിൽ ഫൈബർ കണ്ടന്റ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടും തേങ്ങ അല്ലെങ്കിൽ തേങ്ങ ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്ട്സും കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. തേങ്ങയും വെളിച്ചെണ്ണയും പോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവാണ്. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് കോക്കനട്ട് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ്സിനെ കുറിച്ചാണ്. ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോക്കനട്ട് ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലാണ്, 92% അടുത്തുണ്ടാവും. മറ്റു തരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽസ്, ഉദാഹരണത്തിന് ഒളിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോക്കനട്ട് ഓയിലിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ അളവ് കൂടുതൽ തന്നെയാണ്. ഒളിവ് ഓയിലും സൺഫ്ലവർ ഓയിലൊക്കെ 10-20% സാച്ചുറേറ്റഡ് ഫാറ്റ്സ് വരുന്നുള്ളൂ. ഇത്തരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽസിലൊക്കെ കൂടി നിൽക്കുന്നത് മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. പക്ഷേ കോക്കനട്ട് ഓയിലിൻ്റെ കാര്യത്തിൽ വരുമ്പം 92% സാച്ചുറേറ്റഡ് ഫാറ്റ്സും 8-10% വരെ മാത്രമേ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് വരുന്നുള്ളൂ. പക്ഷേ കോക്കനട്ട് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ്സിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ 62.7% മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സിന് നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത്രയും കൂടുതൽ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മറ്റു തരത്തിലുള്ള ഒരു ഭക്ഷണം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരത്തിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ലോറിക് ആസിഡ്, കാപ്രിക് ആസിഡ്, കാപ്രിലിക് ആസിഡ്. ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് എല്ലാം കോക്കനട്ടിലും കോക്കനട്ട് ഓയിലിലേ ഉണ്ടാവുകയുള്ളൂ. മറ്റു തരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽസ് ഇതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. നമ്മൾ തേങ്ങേനെ മെയിനായിട്ടും ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയുടെ രൂപത്തിലാണ്. വെളിച്ചെണ്ണ തന്നെ മെയിൻലി 3 തരത്തിലുണ്ട്. ഫസ്റ്റ് ടൈപ്പ് റിഫൈൻഡ് കോക്കനട്ട് ഓയിലാണ്. റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ്, കാരണം അത് മെഷീൻസ് ഉപയോഗിച്ചിട്ട് കമ്പനികളിൽ ഉണ്ടാക്കുന്നതാണ്. ഈ വിഷയത്തിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ വീഡിയോയും കൂടി കാണുക. രണ്ടാമത്തെ തരം കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് കൊപ്ര ഓയിലാണ്. മൂന്നാമത്തെ തരമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇതിൻ്റെ കുറച്ചും കൂടി നല്ല ഫോം എന്ന് പറയുന്നത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. വെർജിൻ കോക്കനട്ട് ഓയിലിന് പ്രോസസ്സിങ് കുറവാണ്. അതുകൊണ്ട് തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നത്. ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും ഫീനോളിക്സും വൈറ്റമിൻസും ഒക്കെ ഏറ്റവും കൂടുതൽ വെർജിൻ കോക്കനട്ട് ഓയിലായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ പല സ്റ്റഡീസിലും പറയുന്നത് ഈ 3 തരത്തിലുള്ള കോക്കനട്ട് ഓയിലും ഫാറ്റി ആസിഡ്സിൻ്റെ കമ്പോസിഷൻ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കുന്നതാണ്. കോക്കനട്ട് ഓയിലിൽ 92% സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ 92% സാച്ചുറേറ്റഡ് ഫാറ്റ്സിലും ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. അതാണ് അധികം ആൾക്കാർക്കും അറിയാത്തത്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് 3 തരത്തിലുണ്ട്. ഫസ്റ്റ് ടൈപ്പ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിൽ ചെയിൻ ഉണ്ടാക്കുന്ന കാർബൺ ആറ്റംസിൻ്റെ എണ്ണം 2 മുതൽ 6 വരെയാണ്. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സിൽ 6 മുതൽ 14 വരെയും ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിൽ 14 മുതൽ 24 വരെയാണ് ഉണ്ടാവുക. ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിനും മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സുമാണ് നമ്മളുടെ ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു ഉദാഹരണമാണ് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. അതും കോക്കനട്ട് ഓയിലിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റു തരത്തിലുള്ള ആനിമൽ ഫാറ്റ് അല്ലെങ്കിൽ ആനിമൽ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ബട്ടർ അല്ലെങ്കിൽ മീറ്റ്, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് മെയിൻലി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ ഉദാഹരണമാണ് പാൽമിറ്റിക് ആസിഡ്, സ്റ്റീറിക് ആസിഡ്. ഇനി നിങ്ങൾ കൊളസ്ട്രോളിനെ പേടിച്ചിട്ടാണ് കോക്കനട്ട് ഓയിൽ വാങ്ങിക്കാതെയോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതെങ്കിൽ 1-2 കാര്യം കൂടി പറയാം. കോക്കനട്ട് ഓയിൽ കഴിക്കുന്നവർക്ക് HDL കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കുന്നതാണ് സ്റ്റഡീസിൽ പറയുന്നത്. HDL കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളാണ്. ഇതേപോലത്തെ മറ്റ് സ്റ്റഡീസിൽ പറയുന്നത്
പ്ലാന്റ് ബേസ്ഡ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിനെക്കൊണ്ട് കൊളസ്ട്രോൾ ലെവൽ കൂടി പോകാൻ സാധ്യത കുറവാണെന്നാണ്. അതുകൊണ്ട് തന്നെ എതെറോസ്ക്ലിറോസിസും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ പ്ലാന്റ് ബേസ്ഡ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കഴിക്കുന്നവർക്ക് വരാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. മറ്റൊരു സ്റ്റഡിയിൽ കമ്പയർ ചെയ്തത് കോക്കനട്ട് ഓയിൽ കഴിക്കുന്ന ഗ്രൂപ്പും ഒലിവ് ഓയിൽ കഴിക്കുന്ന ഗ്രൂപ്പും ബട്ടർ കഴിക്കുന്ന ഗ്രൂപ്പുമായിട്ടാണ്. ഈ സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയത് കോക്കനട്ട് ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് LDL കൊളസ്ട്രോളിൽ മാറ്റങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒലിവ് ഓയിലും ബട്ടറും സ്ഥിരമായി കഴിക്കുന്നവരുടെ LDL കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ കോക്കനട്ട് ഓയിലിന് നേരത്തെ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മളുടെ ബോഡിക്ക് ഡാമേജസ് ഉണ്ടാക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ച് നിർത്താനുള്ള കഴിവ് കോക്കനട്ട് ഓയിലുള്ള മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സിന് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സിന് കിട്ടുന്ന കീറ്റോൺ ബോഡീസ് ഉപയോഗിച്ചിട്ട് ബ്രെയിനിനും മറ്റ് കോശങ്ങൾക്കും ഗ്ലൂക്കോസിന് പകരം ഒരു എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഈ 3 കാരണങ്ങൾ കൊണ്ട് തന്നെ ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ഉണ്ട്, ഓർമ്മക്കുറവും ഡിമെൻഷ്യ ഒക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആൽസിമേഴ്സ് ഡിസീസ് പറയുന്നത്. തന്മാത്ര എന്ന് പറയുന്ന മൂവി ആൽസിമേഴ്സ് ഡിസീസിൻ്റെ ഒരു നല്ല ഡെപിക്ഷനാണ്. കോക്കനട്ട് ഓയിലിൻ്റെ ഈ 3 പ്രോപ്പർട്ടീസ് കാരണം ആൽസിമേഴ്സ് ഡിസീസ് പോലത്തെ ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് വരാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് കൺഫേം ചെയ്യാൻ നമുക്ക് കൂടുതൽ പഠനങ്ങളുടെ ആവശ്യമുണ്ട്. ഇനി കൺക്ലൂഷനിൽ എനിക്ക് പറയാനുള്ളത്, കോക്കനട്ട് ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലായിരിക്കും. പക്ഷേ സാച്ചുറേറ്റഡ് ഫാറ്റ്സിൽ തന്നെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് കോക്കനട്ട് ഓയിൽ നമ്മളുടെ ബോഡിക്ക് നല്ലതാണ്. പക്ഷേ അതിൻ്റെ അളവ് എത്ര അളവിലാണ് കഴിക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴും അണ്ടർ റിസർച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരൊറ്റ തരത്തിലുള്ള ഭക്ഷണത്തിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയോ കൂടുതലായിട്ട് കഴിക്കുകയല്ല വേണ്ടത്. അതിന് പകരം നമ്മളുടെ ഡയറ്റിൻ്റെ പാറ്റേൺ ആണ് മാറ്റേണ്ടത്. കാരണം ഒരു ഡയറ്റിൽ പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മളൊരൊറ്റ തരത്തിലുള്ള ഭക്ഷണത്തിന്, അത് കോക്കനട്ട് ആയാലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണമായാലും, അതിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്താലോ അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് കൂടുതലാവാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ബെനിഫിറ്റ്സ് ഒക്കെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതല്ല വേണ്ടത്. നമ്മളുടെ ഓവറോൾ ജീവിതശൈലിയും നമ്മളുടെ ഡയറ്റിൻ്റെ പാറ്റേൺ ആണ് മാറ്റേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കി ഒലിവ് ഓയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ നമുക്ക് നല്ലതല്ല, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ബാലൻസ് ആണ്. ഞാൻ മെയിൻലി കോക്കനട്ട് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലിൻ്റെ രൂപത്തിലും കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ രൂപത്തിലൊക്കെയാണ്. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കോക്കനട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ ഭക്ഷണ ശൈലിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഈ വിഷയത്തെ കുറിച്ച് ഞാൻ പലതരത്തിലുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.